നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ ആഴം തീർച്ചയായും ഒരു ദൈവവിശ്വാസി അറിഞ്ഞിരിക്കേണ്ടതാണ്. 16-ാം സങ്കീർത്തനത്തിൽ അഭിഷിക്തനായ ദാവീദ് ഇങ്ങനെ പറയുന്നു, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്നത് ഇവിടെ ദാവീദ് പറയുകയാണ്. ഒന്ന്, ജീവൻ്റെ വഴി അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തരും. സ്വർഗീയമായ വഴി, നിത്യരക്ഷയുടെ വഴി, നിത്യതയുടെ വഴി എനിക്ക് കാണിച്ചു തരുമെന്ന് ഇവിടെ പറയുകയാണ്. നാശത്തിലേക്കുള്ള വഴി ലോകത്തിലുണ്ട്. എന്നാൽ ദൈവികമായ വഴി വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു ഭക്തൻ. എന്നിട്ട് ദാവീദ് പറയുകയാണ്, നിന്റെ സന്നിധിയിൽ, ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. പൂർണ്ണമായ ഒരു സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇവിടെ പറയുകയാണ്, ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അങ്ങയുടെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അപ്പോൾ സന്തോഷത്തിൻ്റെ പരിപൂർണതയും പ്രമോദങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നിന്നൊന്നും നമുക്ക് ലഭിക്കത്തില്ല. താൽക്കാലികമായ സന്തോഷമോ പ്രമോദങ്ങളോ താൽക്കാലികമായ അനുഭവങ്ങളോ ഒക്കെ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. എന്നാൽ എന്നുമെന്നും സൂക്ഷിക്കുവാൻ കഴിയുന്ന, ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ മരണത്തിനപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന, പ്രാപിക്കുവാൻ കഴിയുന്ന നിത്യമായ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് കർത്താവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ കാക്ഷിക്കുന്നു, അത് അത്യുത്തമമല്ലോ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലെ ആ സന്തോഷ പരിപൂർണത, ദൈവസന്നിധിയിലെ ആ എന്നും നിത്യമായി ലഭിക്കുന്ന പ്രമോദങ്ങളുടെ ആഴം മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ കാക്ഷിക്കുന്നു, അത് അത്യുത്തമമല്ലോ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അനുഭവങ്ങളുമൊക്കെ, അതിൻ്റെ ആഴങ്ങളും അതിൻ്റെ അനുഗ്രഹങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനായി പടവരുതുവാനും അതിനായി ഓടുവാനും അതിനായി ജീവിക്കുവാനും ഈ ആയുസ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇത് അർത്ഥശൂന്യമായി കളയരുത്. നമുക്ക് ലഭിച്ച ഈ നല്ല ആയുസ്സ്, നമുക്ക് ലഭിച്ച ഈ നല്ല സമയം വൃഥാവാക്കി കളയാതെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മുടെ ആയുസ് ഉപയോഗിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.